Hi all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OSCE എക്സാമിനേഷനെ കുറിച്ചാണ്. NMC കണ്ടക്ട് ചെയ്യുന്ന ഒരു കോമ്പിറ്റൻസി എക്സാമിനേഷനാണ് OSCE. ഒരു നേഴ്സ് UK-യിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ ആദ്യം എഴുതുന്ന എക്സാമാണ് OET അല്ലെങ്കിൽ IELTS. അതിനുശേഷം നമ്മൾ NMC രജിസ്ട്രേഷൻ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് CBT എക്സാമിനേഷൻ എഴുതുന്നത്. അതിനുശേഷം UK-യിലെത്തിയ ശേഷമാണ് OSCE എക്സാമിനേഷൻ എഴുതുന്നത്. OSCE എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് കോമ്പിറ്റൻസി പ്രൂവ് ചെയ്ത ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയ ശേഷമേ നമുക്ക് പിൻ നമ്പർ ലഭിക്കുകയുള്ളൂ. OSCE എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പല ഡിപ്പാർട്ട്മെന്റുകളിൽ കൂടെയാണ്. അഡൽട്ട് നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി നഴ്സിംഗ് ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ കൂടെയാണ് OSCE എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരും റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് അഡൽട്ട് നഴ്സസ് ആയിട്ടാണ്. സോ നമുക്ക് അഡൽട്ട് നഴ്സിംഗിന്റെ OSCE കുറിച്ച് കൂടുതൽ നോക്കാം. മൈ നെയിം ഈസ് പുണ്യ. വെൽക്കം ടു ദ വീഡിയോ. OSCE എക്സാമിനേഷൻ യൂഷ്വലി 3 അവേഴ്സോളം നീളുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ഇതിന് UK-യിലുടനീളം 5 ടെസ്റ്റ് സെന്ററുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ടെസ്റ്റ് സെന്ററാണ് NHS ലീഡ്സ്, രണ്ടാമത്തത് നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റി ന്യൂകാസ്റ്റിൽ, മൂന്നാമത്തത് ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റി, നാലാമത്തെ അൾസ്റ്റർ യൂണിവേഴ്സിറ്റി, പിന്നെ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് നോർത്താംപ്ടൺ. ഈ 5 യൂണിവേഴ്സിറ്റികളിലാണ് നമ്മൾ OSCE എക്സാമിനേഷൻ യൂഷ്വലി കണ്ടക്ട് ചെയ്യാറുള്ളത്. സോ നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും യൂഷ്വലി എല്ലാവർക്കും OSCE സെന്റേഴ്സ് കിട്ടാറുള്ളത്. അഡൽട്ട് നഴ്സിംഗിന്റെ OSCEയിൽ കറക്റ്റ് ആയിട്ടുള്ള സിലബസും ഉണ്ട്. അതിൽ പറയുന്ന ഡിസീസ് കണ്ടീഷൻസും ഉണ്ട്. ആ ഡിസീസ് കണ്ടീഷൻസിൽ അനുസരിച്ചുള്ള അസസ്മെന്റും അതനുസരിച്ചുള്ള കെയർ പ്ലാനും വേണം നമ്മൾ പഠിച്ചിട്ട് പോകാൻ. സോ നമുക്ക് ഏതൊക്കെ ഡിസീസ് കണ്ടീഷൻസ് ആണ് അഡൽട്ട് നഴ്സിംഗ് ഉള്ളതെന്ന് നോക്കാം. അൽഷിമേഴ്സ് ഡിസീസ്, ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ, ആസ്മ, ക്രോണിക് ഹാർട്ട് ഡിസീസ്, കമ്മ്യൂണിറ്റി അസസ്മെന്റ്, ectopic pregnancy, end of life, fall and fracture, hernia, homelessness, pneumonia, subdural hematoma. ഇതിൽ കമ്മ്യൂണിറ്റി അസസ്മെന്റിനകത്ത് വരുന്നത് ഡയബറ്റീസ് മെലിറ്റസ് ആയിരിക്കും. OSCE എക്സാമിനേഷന് നമുക്ക് ടോട്ടൽ 10 സ്റ്റേഷൻസ് ആണ് ഉള്ളത്. സോ ഈ 10 സ്റ്റേഷൻസ് കൂടെ ട്രാവൽ ചെയ്താണ് നമ്മൾ OSCE എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ പേര് പറയുന്ന പോലെ തന്നെ ഇത് ഒബ്സ്ട്രക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്. ഒരു ക്ലിനിക്കൽ സിനാരിയോയിൽ, അതായത് ഹോസ്പിറ്റൽ സിനാരിയോയിലാണ് നമ്മൾ ഈ എക്സാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേഷനാണ് അസസ്മെന്റ്. ഇതിന് 20 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. രണ്ടാമത്തെ സ്റ്റേഷൻ പ്ലാനിങ്. ഇത് 40 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. മൂന്നാമത്തെ സ്റ്റേഷൻ ഇംപ്ലിമെന്റേഷൻ. അത് 15 മിനിറ്റ്സ്. ഇവാലുവേഷൻ 18 മിനിറ്റ്സ്. ഈ 4 സ്റ്റേഷൻസിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 4 സ്കിൽ സ്റ്റേഷൻസ് ആണ് ഉള്ളത്. സ്കിൽ സ്റ്റേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ NMC നിർദ്ദേശിക്കുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഈ സ്കിൽ സ്റ്റേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 സ്റ്റേഷൻസ് കഴിയുമ്പോൾ 8 സ്റ്റേഷൻസ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നുള്ളത് 2 സ്റ്റേഷൻസ് ആണ്. അത് രണ്ടും സൈലന്റ് ആയിട്ട് റൈറ്റ് ചെയ്യുന്ന 2 സ്റ്റേഷൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് റൈറ്റ് ചെയ്താൽ മതി. ആ ലാസ്റ്റിലത്തെ 2 സ്റ്റേഷൻസ് ആണ് പ്രൊഫഷണൽ വാല്യൂ സ്റ്റേഷൻ ആൻഡ് എവിഡൻസ് ബേസ്ഡ് സ്റ്റേഷൻ. ഇനി ഈ 10 സ്റ്റേഷൻസിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം. അസസ്മെന്റ് സ്റ്റേഷന്റെ ഡ്യൂറേഷൻ 20 മിനിറ്റ്സ് ആണ് ഉള്ളത്. സോ ഈ 20 മിനിറ്റ്സുകളിൽ നമ്മൾ ഇൻക്ലൂഡിംഗ് ഡോക്യുമെന്റേഷൻ ചെയ്തിരിക്കണം. അസസ്മെന്റ് സ്റ്റേഷനിൽ നമുക്കൊരു ലൈവ് ആക്ടറിനെ ആയിരിക്കും എക്സാം റൂമിൽ കിട്ടുന്നത്. അവര് ലൈവായിട്ട് ആക്ട് ചെയ്ത് കാണിക്കും. നമ്മുടെ ഡിസീസ് കണ്ടീഷൻ ഏതാണെന്ന് വെച്ചാൽ ഇപ്പം ഡിസ്നെ ഒക്കെ ഉണ്ടെങ്കിൽ ലേബേർഡ് ബ്രീത്തിങ് ഒക്കെ നന്നായിട്ട് ആക്ട് ചെയ്ത് കാണിക്കും. നമ്മൾ സാധാരണ ഒരു പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് അസസ്മെന്റ് സ്റ്റേഷനിൽ നമുക്ക് ഫീൽ ചെയ്യാൻ തരുന്നത് ന്യൂസ്, PHQ, മസ്റ്റ്, GCS. ന്യൂസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ. നമ്മൾ അതിൽ വൈറ്റൽസ് ആയിരിക്കും ചാർട്ട് ചെയ്യുന്നത്. PHQ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഹെൽത്ത് ക്വസ്റ്ററീസ്. ഇത് ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാനുള്ളതാണ്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ അസസ്മെന്റ് ആണ്. പിന്നെ GCS, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഇതിൽ സബ്ഡ്യൂറൽ ഹെമറ്റോമ ഒക്കെ ഉള്ള പേഷ്യൻസിന് GCS ഫിൽ ചെയ്യാനായിരിക്കും തരുന്നത്. അൽഷിമേഴ്സ് ഡിസീസ് ഉള്ളവർക്ക് വേണ്ടി ഫിൽ ചെയ്യാൻ തരുന്ന ഫോം ആയിരിക്കും 6 അതും കൂടി ഫിൽ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേഷനാണ് പ്ലാനിംഗ് സ്റ്റേഷൻ. ഈ പ്ലാനിംഗ് സ്റ്റേഷൻ ഒരു സൈലന്റ് സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് മാനിക്കനോ ലൈവ് ആക്ടറോ ഒന്നും ഉണ്ടാവില്ല. സോ പ്ലാനിംഗ് സ്റ്റേഷനിൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് എഴുതാൻ പറ്റും. 24 അവേഴ്സിനുള്ളിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന 2 കെയർ പ്ലാൻ ആണ് നമ്മൾ പ്ലാനിംഗ് സ്റ്റേഷനിൽ എഴുതേണ്ടത്. ഇതിന്റെ ടൈം ഡ്യൂറേഷൻ 40 മിനിറ്റ്സ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേഷനാണ് ഇംപ്ലിമെന്റേഷൻ. ഇംപ്ലിമെന്റേഷൻ സ്റ്റേഷനിൽ 15 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. ഈ ഇംപ്ലിമെന്റേഷൻ സ്റ്റേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഓറൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്.
മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഫോം നമുക്ക് തരും. ആ ഫോമിനകത്ത് എല്ലാ ടൈമിലുള്ള മെഡിക്കേഷൻസ് ഉണ്ടായിരിക്കും. നമ്മളുടെ ടൈം ഏതായിരിക്കും എന്ന് നമുക്ക് ഓൾറെഡി പറഞ്ഞു തരും. ആ ടൈമിൽ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള ഓറൽ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണ് ഇംപ്ലിമെന്റേഷൻ സ്റ്റേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. 15 മിനിറ്റ്സ് ആണ് അതിന്റെ ടൈം ഡ്യൂറേഷൻ. ഈ സ്റ്റേഷന്റെ ടൈം ഫിനിഷ് ആവുന്നതിന് മുമ്പ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത മെഡിക്കേഷൻ സിഗ്നേച്ചർ വരെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് 4ാമത്തെ സ്റ്റേഷനാണ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ സ്റ്റേഷന്റെ ഡ്യൂറേഷൻ 8 മിനിറ്റ്സ് ആണ്. ഇവാലുവേഷൻ സ്റ്റേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളോട് എക്സാമിനർ പറയും ഷിഫ്റ്റ് തീരുമ്പോൾ ഉള്ള നെക്സ്റ്റ് ഷിഫ്റ്റിനോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ വേഴ്സൺ ആയിട്ട് നമ്മൾ ICU സ്റ്റാഫിനോ അല്ലെങ്കിൽ ഡോക്ടറെ ഇൻഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിങ് ഓവറാണ് ഈ സ്റ്റേഷൻ ചെയ്തത്. ഇത് കമ്പയർലി ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. 8 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ അതുവരെ ചെയ്ത ഫോംസ് എല്ലാം നമുക്ക് തരും. അത് വെച്ചിട്ട് നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അസസ്മെന്റ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, ഈ 4 സ്റ്റേഷൻസിന് ശേഷം അടുത്ത 4 സ്റ്റേഷൻസ് സ്കിൽസ് സ്റ്റേഷൻസ് ആണ്. ഇവിടെ നമ്മൾക്ക് അവർ പറയുന്ന സ്കിൽസ് ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഇതിനായിട്ട് NMC നിർദ്ദേശിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്കിൽസ് ഉണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 4 സ്കിൽസ് ആയിരിക്കും നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. സോ സ്കിൽ അനുസരിച്ച് ഇതിന്റെ ടൈം ഡ്യൂറേഷനും ഡിഫറെന്റ് ആയിരിക്കും. സ്കിൽ സ്റ്റേഷൻസിനകത്തുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻഹേൽഡ് മെഡിക്കേഷൻ, അതിന് 12 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് സപ്പോസിറ്ററി 10 മിനിറ്റ്സ്, ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് 8 മിനിറ്റ്സ്, ബവൽ അസസ്മെന്റ് 8 മിനിറ്റ്സ്, catheter specimen of urine 8 minutes, fine bore NG tube insertion 12 minutes, fluid balance 4 different patients 12 minutes, in hospital resuscitation no defibrillator 6 minutes, intramuscular injection 12 minutes, IV flush and VIP score 12 minutes, nasopharyngeal suction 8 minutes, nutrition assessment 8 minutes. ഇതിൽ നമുക്ക് മസ്റ്റ് ഫോറം ഫില്ല് ചെയ്യാനുണ്ട് ന്യൂട്രീഷൻ അസസ്മെന്റിൽ. ഓറൽ കെയർ പ്ലാൻ 8 minutes, oxygen therapy 10 minutes, pain assessment 6 minutes, peak expiratory flow rate 8 minutes, pressure area assessment 8 minutes, removal of urinary catheter 8 minutes, subcutaneous injection 12 minutes, MSU and urine analysis 8 minutes, wound assessment and non-touch aseptic technique 21 minutes. ഇത് ഡ്രസ്സിംഗ് ആണ്. വൂണ്ട് അസസ്മെന്റ് ആൻഡ് ANTT ഡ്രസ്സിംഗ് ആണ് ചെയ്യുന്നത്. 4 സ്കിൽ സ്റ്റേഷൻസും ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ 8 സ്റ്റേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള 2 സ്റ്റേഷൻസ് സൈലന്റ് സ്റ്റേഷൻ ആണ്. ഇവിടെ മാനിക്കനോ ലൈവ് ആക്ടറോ ഒന്നും ഉണ്ടാവില്ല. ഒരു ടേബിളും പേപ്പറും പെന്നും എക്സാമിനറും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ അവിടെ ഇരുന്ന് എഴുതേണ്ട സ്റ്റേഷൻസ് ആണ് ഇത്. അതിൽ 8ാമത്തെ സ്റ്റേഷനാണ് പ്രൊഫഷണൽ വാല്യൂ സ്റ്റേഷൻ. ഇതിന് 10 മിനിറ്റ്സ് ആണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസിൽ നമ്മളൊരു പ്രൊഫഷണൽ എന്ന രീതിയിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ള പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. സോ ഈ പ്രൊഫഷണൽ വാല്യൂ സ്റ്റേഷൻസിൽ നമുക്ക് തന്നിരിക്കുന്നത് ബുള്ളി, കൺസൈൻമെന്റ് ഓഫ് ബെഡ് സ്റ്റാറ്റസ്, കോൺഫിഡൻഷ്യാലിറ്റി, ഡ്രഗ് എറർ, ഫാൾസ് റെപ്രസെന്റേഷൻ, ഫാൾസിഫൈങ് ഒബ്സർവേഷൻ, ഹോസ്പിറ്റൽ ഫുഡ്, ഇംപയർഡ് പെർഫോമൻസ്, ലബോറട്ടറി റിസൾട്ട്, പോസിബിൾ അബ്യൂസ്, പ്രൊഫഷണൽ കൺഫ്രണ്ടേഷൻ, റേസിസം, സോഷ്യൽ മീഡിയ, വിറ്റ്നസ് അബ്യൂസ്. ഇങ്ങനെ 15 സിറ്റുവേഷൻസ് ആണുള്ളത്. ഈ 15 സിറ്റുവേഷൻസിൽ ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള ആൻസർ 10 മിനിറ്റ്സിനുള്ളിൽ പോയിന്റ്സ് ഇട്ട് നമ്മൾ എഴുതണം. അങ്ങനത്തെ ഒരു റിട്ടൺ സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ. ലാസ്റ്റ് 10th സ്റ്റേഷൻ, അതാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ എവിഡൻസുകൾ ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യും എന്നുള്ളതാണ്. ഇതിലും NMC നിർദ്ദേശിക്കുന്ന 15 സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ എങ്ങനെ എവിഡൻസുകൾ നമ്മൾ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. സോ അതിനുള്ളതാണ് ആംഗിൾ സ്പ്രേ, bedside handover, cervical screening, autism spectrum disorder, Canberry juice and urinary tract infection, dementia and music, diabetes, female myocardial infarction, fever in children, pressure ulcer prevention, restraint, saline versus tap water, smoking cessation, use of honey dressing for venous leg ulcer. ഇത്രയാണ് ലാസ്റ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിൽ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഈ സിറ്റുവേഷൻസ് ഇങ്ങനെയുള്ള ഇതിന് കുറച്ച് എവിഡൻസുകളുണ്ട്. അത് മാർക്കിംഗ് ക്രൈറ്റീരിയ വെച്ച് നമ്മൾ പഠിച്ച് ആ പോയിന്റ്സ് ആണ് ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് എഴുതേണ്ടത്. ഇതിനും 10 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. ഈ 10 സ്റ്റേഷൻസിൽ കൂടെ റൺ ത്രൂ ചെയ്താണ് നമ്മൾ OSCE എക്സാമിനേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ഈ 10 സ്റ്റേഷൻസ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് സംടൈംസ് എക്സാം സെന്ററിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഓൾവേസ് നമുക്ക് അസസ്മെന്റ് സ്റ്റേഷൻ ആയിരിക്കും കിട്ടുന്നതെന്ന് എക്സ്പെക്ട് ചെയ്തത്. ബിക്കോസ് സംടൈംസ് അത് ഡിവൈഡ് ചെയ്ത് 4 സ്റ്റേഷൻസ് ആക്കും. ഫസ്റ്റ് നമ്മളെ സ്കിൽ സ്റ്റേഷനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊസീജിയേഴ്സ് എല്ലാം തീർന്നതിന് ശേഷം എവിഡൻസ് ബേസും
പ്രൊഫഷണൽ വാല്യൂസും എഴുതിയതിനു ശേഷം പിന്നായിരിക്കും ചിലപ്പോൾ അസസ്മെന്റിലേക്ക് വിടുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് അതിനകത്ത് ചിലപ്പോൾ കാണാൻ പറ്റും. ചിലപ്പം അസസ്മെന്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ 10 സ്റ്റേഷനിലൂടെ നമ്മൾ ജേർണി ട്രാവൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ OSCE എക്സാം കംപ്ലീറ്റ് ആവുന്നത്. OSCE എക്സാമിന്റെ പ്രിപ്പറേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിലും യു ക്യാൻ കമന്റ് മീ ബിലോ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സപ്പിൽ. ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു ഓൾ. തുടർന്നും OSCE റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽപ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ OSCE ആസ്പിരൻസ്.